ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. പ്രീത ചേച്ചി 9ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് മലയാളപ്പുഴ പഞ്ചായത്തിൽ. ചേച്ചിയുടെ ചായക്കടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് ചേച്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചായ കുടിക്കാൻ എത്തിയ ആളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി? നല്ല സ്ഥാനാർത്ഥിയാണ്, കുഴപ്പമില്ല. നാട്ടോടൊക്കെ എല്ലാവരും ഇടപെടുന്ന ആളാണ്. ആന്ന് ഏർപ്പെടുന്ന ആളാ. ജയിക്കുമോ? ജയിക്കും. ഞങ്ങളുടെ വോട്ടൊക്കെ ഇവിടെ. ആ, കുഴപ്പമില്ല. പ്രീത ചേച്ചി, എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പൊക്കെ? തിരഞ്ഞെടുപ്പ് നല്ലതായിട്ട് പോകുന്നു. പ്രചരണത്തിനൊക്കെ ഇറങ്ങി. ഞങ്ങളിങ്ങനെ വീട് കയറിയ മിസ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ചെന്നിടത്തെല്ലാം നല്ല അഭിപ്രായമുണ്ട്. പിന്നെ കടയിൽ വരുന്ന ആളുകളെയും എല്ലാം എനിക്കറിയുന്ന ആളുകളാണ്. അവരോടും ഞാൻ ഇതുവരെ നല്ല രീതിയിൽ നിന്നതുകൊണ്ട് അവർക്കും എന്നോടൊരു സ്നേഹമുണ്ട്. പിന്നെ ഈ വാർഡിലുള്ള എല്ലാവരും അറിയാം. വരുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? എല്ലാവരും കടയിൽ കൂടുതലും ഞാൻ ഈ 100% വീടുകളിൽ വെച്ച് 95% വീട്ടിലെ ആളുകളും എന്നെ അറിയുന്ന ആൾക്കാരാണ്. പിന്നെ വോട്ട് അതവരുടെ അനുഭവ സമ്പത്ത് കരുത്ത് വരും സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ. തീർച്ചയായും സാധാരണക്കാരിയായ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നല്ലതായിട്ട് മുന്നോട്ട് വരട്ടെ, നല്ല രീതിയിൽ വരണം, സത്യസന്ധത ഉണ്ടാകണം, എനിക്കതേ പറയത്തുള്ളൂ. വിജയം ഉണ്ടാകണം, അതെനിക്കേ പറയാനത്തുള്ളൂ. പ്രവർത്തന എല്ലാ വീടുകളും ഞങ്ങൾ കയറുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ? നല്ല പ്രചരണം നടക്കുന്നു, വിജയിക്കും. പ്രീത ചേച്ചി തിരക്കിൽ തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിനിടയ്ക്ക് തന്നെ കടയിലെത്തി അല്പസമയം ചെലവഴിക്കാറുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയാണ് കടയിലെത്തുക എന്ന് പറഞ്ഞാൽ. കൂടുതൽ വോട്ടർമാരെ കാണാൻ സാധിക്കില്ലേ? തീർച്ചയായും അവരെല്ലാം വരുന്നുണ്ട്. വോട്ടർമാർ കൂടുതലും ഇവിടെ വരുന്നുണ്ട്. വൈകിട്ടാണെങ്കിലും സാധനം വാങ്ങിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഇഷ്ടം ആൾക്കാർ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ശുഭപ്രതീക്ഷയാണ്. പ്രീത ചേച്ചിയെ സംബന്ധിച്ചോളം സ്വന്തം കടയിലെത്തുന്ന ഒരു പ്രചരണം കൂടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ എത്തുന്ന ഭൂരിപക്ഷം ആളുകളും വോട്ടർമാർ കൂടിയാണ്. അങ്ങനെ എന്തായാലും ചേച്ചിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ക്യാമറമാൻ അമൽ സീതത്തോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.